ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഞാനത് കുറച്ച് നാളായി വീഡിയോ ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാറുന്നത്. ഓക്കെ, ഇപ്പോൾ അതിന് പറ്റിയൊരു സാഹചര്യം ഉണ്ടായി. ഇനി മുൻപോട്ട് ഞാൻ മാക്സിമം ടൈമിൽ ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ആൻഡി ബർണ പുള്ളിക്കാരനാണ് ഇനി പുതിയതായിട്ട് പ്രധാനമന്ത്രിയായിട്ട് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനിടയിൽ കീർ സ്റ്റാമർ പുള്ളിക്കാരൻ രാജിവെച്ചു. ഇത് നമ്മുടെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമല്ല. കാരണം ഇപ്പോൾ ഒരു 10 വർഷത്തിനുള്ളിൽ 5-6 പേര് കണ്ട് ഇപ്പോൾ രാജിവെച്ചു. അതിവിടെ എന്തെങ്കിലും ഒരു പ്രശ്നമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ആയിക്കഴിഞ്ഞാൽ അതങ്ങോട്ട് തലയിലോട്ട് ഇടിച്ച് കയറ്റിയിട്ട് അവസാനം ആൾ രാജിവെക്കും. അങ്ങനത്തെ ഒരു സ്വാഭാവിക അവസ്ഥയാണ് യൂറോപ്പിലുള്ളത്. അങ്ങനെ ഒത്തിരി ദീർഘകാലം ഭരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അതിനിടയിൽ ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഷബാനമോ എന്ന് പറഞ്ഞൊരു കാര്യം ഒന്ന് കേട്ടു. Immigration rules that apply are the rules enforced at the point of the application, not at point of arrival in the country. എടുക്കുന്നില്ല പുള്ളിക്കാരി, അമ്പിനും വില്ലും എടുക്കുന്നില്ല. പുള്ളിക്കാരി എന്തായാലും 10-15 വർഷമായിട്ട് കൊടുക്കത്തുള്ള കാര്യമാണ് പുള്ളിക്കാരി പറയുന്നത്. അതുകൊണ്ട് പുള്ളിക്കാരി അമ്പിനും വില്ലും എടുക്കുന്ന പ്രസ്ഥാനം പുള്ളിക്കാരിക്കില്ല. എന്ത് ചെയ്യാനാണ്? അപ്പോൾ ഇത് നിയമത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് വളരെ ഒരു ബുദ്ധിമുട്ടായിട്ട് പോകും. അപ്പോൾ അതിന് മുമ്പ് മാക്സിമം നമ്മളെല്ലാവരും പ്രതികരിക്കുക. മാക്സിമം ഞാൻ പറഞ്ഞാൽ അറിയാമല്ലോ, ഇപ്പം നമ്മുടെ സീനിയർ കെയർ ഇവർക്കെല്ലാം കൊടുക്കാതെ വിടുക എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഞാൻ പറയില്ല. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഇതിനു മുമ്പെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇതിങ്ങനെ നീട്ടി വെച്ച് ഇപ്പോൾ അവസാനം അതൊന്നും നടന്നിട്ടില്ല. അപ്പോൾ നമ്മൾ നടക്കാതിരിക്കുക, നമ്മളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ഉണ്ടാവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലോക്കൽ എംപിമാരുടെ കാര്യങ്ങളെല്ലാം സംസാരിക്കുക. അതുപോലെ തന്നെ അറിയില്ല, ഇപ്പം ഉള്ള ആളുകൾക്ക് മെയിൽ അയക്കുക. നിങ്ങൾക്കറിയാവുന്ന എംപിമാരുടെ അടുത്ത് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് വിശദീകരിച്ച് നിങ്ങളവർക്ക് മെയിൽ അയക്കുക, കാര്യങ്ങൾ സംസാരിക്കുക. അങ്ങനെ ചെയ്താൽ മാത്രമേ മാറ്റങ്ങൾ വരുള്ളൂ. അത് മാത്രമല്ല, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ലേബർ പാർട്ടി തന്നെ ഒരുപാട് പേര് ഇതിനെ എതിർക്കുന്നുണ്ട്. ഈ ഷബാന മൂവ്മെൻറ്റ് ഈ പ്രസ്ഥാനത്തോട് ഒത്തിരി ആൾക്കാർക്ക് എതിർപ്പാണ്, നമുക്കറിയാമല്ലോ. ഈ പറഞ്ഞ ഗീർ സ്റ്റാമർക്കും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഈ ഷബാന മുഹമ്മദ് പറഞ്ഞതിൻ്റെ പേരിലാണ് ഗീർ സ്റ്റാമർ ഇങ്ങനെ നിൽക്കുന്നത്, അല്ലാതെ വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ടായിട്ട് നിൽക്കുക. ഇതുവരെ ചരിത്രത്തിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇനിയും ഇതും ഉണ്ടാകാനായിട്ട് പോകുന്നുള്ളത് എനിക്കൊരു പ്രതീക്ഷയില്ല. അപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക, മാക്സിമം ഇതിനെതിരെ പ്രതികരിക്കുക. എന്തായാലും ഇത് നടക്കാനായിട്ടുള്ള 95% ഇത് തട്ടിപ്പോവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 95% തട്ടിപ്പോവും. കാരണം ഈ വരാൻ പോകുന്ന ആൻഡി ബർണ പുള്ളിക്കാരനും ഈ പറയുന്ന ഇമിഗ്രൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. പുള്ളിക്കാരൻ്റെ ഒരു സംസാരങ്ങളും കാര്യങ്ങളെല്ലാം നേരത്തെ വെച്ച് കേൾക്കുമ്പോൾ പുള്ളിക്കാരൻ ഇമിഗ്രൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ഈ ഒരു കേസിൽ പിആറിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അതെല്ലാം ഈ വരുന്ന ഒരു സെപ്റ്റംബറോടുകൂടി പുള്ളിക്കാരൻ അധ്യായം തുറക്കും. അപ്പോൾ നമുക്ക് കൃത്യം അറിയാം കിട്ടുമോ, 5 വർഷം കൊണ്ട് കിട്ടുമോ, അതോ 10 വർഷമാകുമോ, 20 വർഷമാകുമോ, 30 വർഷമാകുമോ എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ട് അറിയാം. പിന്നെ മറ്റൊരു കാര്യം നല്ലതെന്ന് വെച്ചാൽ നമുക്കറിയാലോ, ഇപ്പം ഷബാന മുഹമ്മദ് പറഞ്ഞ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർ, ഇല്ലീഗൽ ഇമിഗ്രൻസായിട്ട് വന്നിരിക്കുന്ന ആൾക്കാർ, അവർക്ക് വേണ്ടി മുടക്കിയിരിക്കുന്ന ഈ പൈസ കാര്യങ്ങൾ നിന്നിട്ടുള്ള പൈസ എല്ലാം തിരിച്ചു കൊടുക്കണം, എന്നാൽ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ എന്നൊരു കാര്യം. അതൊക്കെ വളരെ നല്ലതായിട്ടുള്ള കാര്യം. എങ്കിലും അവർക്ക് ഇവരെ തിരിച്ചുവിടാൻ ഒട്ടും മനസ്സില്ല. അതാണ് എങ്ങനെ അവരെ ഇവിടെ പിടിച്ചു നിർത്താനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും ഇതിനൊരു സ്റ്റോപ്പിങ് വന്നാലേ കാര്യം നടക്കുകയുള്ളൂ, അല്ലാതെ ഒന്നും കണക്കില്ല. അപ്പം നമുക്കറിയാമല്ലോ, ഒരു സൈഡ് റീഫോം പാർട്ടി ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുക. ഇത് എപ്പോൾ വേണേലും ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം ഇവരിപ്പോൾ വന്നു, ഇപ്പോൾ ആൻഡി ബർണ വന്നു കിട്ടുന്നതിൽ, അതായത് ഇപ്പോൾ 2028 വരെയാണല്ലോ ഇവരുടെ സമയം. 2028 ആയി കഴിയുമ്പോൾ വരെ കിട്ടുന്നവർക്ക് ഭാഗ്യമൊന്നും വേണേൽ കൂട്ടാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഭരണം, അവരയിലായി നിയമം, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ സമയത്തിനുള്ളിൽ വന്ന് ആ നിയമം വെച്ച് അതുവരെ ഉള്ളവർക്ക് ആരൊക്കെയാണോ കിട്ടുന്നവർക്ക് ഭാഗ്യം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നാളത്തെ കാര്യം നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ കാര്യം നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കേസല്ല. അപ്പോൾ അതുകൊണ്ട് അത് കിട്ടിയാൽ ഭാഗ്യം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഉറപ്പൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇത്രയും കാലത്തെ ഇവിടുത്തെ ഒരു ഹിസ്റ്ററി വെച്ച്, എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാമെന്നുണ്ടെങ്കിൽ ഇത് തട്ടിപ്പോകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എങ്കിലും 95% ഞാൻ പറയുന്നുള്ളൂ. 5% ഞാൻ ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം അത് നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് നിങ്ങൾക്കറിയാമല്ലോ, റീഫോം പാർട്ടി അത്രയും ശക്തമായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് എല്ലായിടത്തും ഞാൻ പറയില്ലേ, വോട്ട് ശതമാനം ഭയങ്കര രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുക പല സ്ഥലങ്ങളിലും. ഓക്കെ, കാരണം അവർ നോക്കുമ്പോൾ രാജ്യം ഇങ്ങനെ കുത്തഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഒത്തിരി ആൾക്കാർ ലേബർ പാർട്ടിയിൽ നിന്ന് മറ്റുമായിട്ട് ഈ പറഞ്ഞ റീഫോം പാർട്ടിയിലോട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ പാർട്ടിയും മുങ്ങി വരുന്നുണ്ട്. ഇമിഗ്രൻസിൻ്റെ പാർട്ടിയാണ്, അവരെ മുങ്ങി വരുന്നു. അപ്പോൾ നമുക്ക് എന്താണ് നാളെ ഇപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു പ്രൊഡിക്ഷനും പറയാൻ പറ്റില്ല. ചിലർ പറയും അത് ഇങ്ങനെ നടക്കാൻ പോകില്ല, അങ്ങനെ നടക്കാൻ പോകില്ല എന്ന്. പക്ഷേ ഞാൻ പറഞ്ഞത് ഇതുവരെ ഒരു സാഹചര്യം വെച്ച്, ഇതുവരെ ഇവിടുത്തെ ഒരു ചരിത്രം വെച്ച് പറയാമെന്നുണ്ടെങ്കിൽ കിട്ടാൻ സാധ്യത കുറവാണെന്നുള്ളതാണ്. ഒരു 90%, 90-95%, 100% പറയാൻ പറ്റില്ല. പക്ഷേ അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും മാക്സിമം നിങ്ങളുടെ ലോക്കൽ എംപിമാരോടും ആയിട്ടുള്ള ആൾക്കാരോടും നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കുക.
മനസ്സിലായി. അതുപോലെ മെയിൽ ചെയ്യുക. അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിച്ച് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാകും. ഒരുപാട് പേര് നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കി, ഒരുപാട് പേര് ലേബർ പാർട്ടിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കൂടുതലായിട്ട് മുൻപോട്ട് പോയി കഴിഞ്ഞ ശേഷം മാത്രമേ ഇതുകൊണ്ട് ഗുണമുള്ളൂ. അല്ലാതെ ചുമ്മാ നമ്മൾ കുറച്ച് പേര് മാത്രം ഇപ്പോൾ പുതിയ ആൾക്കാർക്ക് മെയിൽ ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്. ഞാനതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. അത് കുറച്ച് പേര് മാത്രം ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങളെല്ലാവരും അത് എടുത്ത് ചെയ്യുക. മനസ്സിലായില്ലേ? അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം പൊട്ടിപ്പോകുന്നതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അതെല്ലാവരും നല്ല രീതിയിൽ നോക്കുക, ശ്രമിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. എല്ലാവർക്കും PR കാര്യങ്ങളെല്ലാം കിട്ടട്ടെ. അല്ലാതെ ഇപ്പോൾ നേരത്തെ വന്നവർക്ക് മാത്രം കുറേ PR കിട്ടി, അവർ ഇരുന്ന് ബാക്കിയുള്ളവർക്കൊന്നും PR ഇല്ല. അപ്പോൾ നീയൊക്കെ പോടാ, നിനക്കൊന്നും PR ഇല്ല എന്നും പറഞ്ഞ് ആ പരിപാടിയൊന്നും ഇല്ല. ഇവിടെ വരുന്നവർക്കെല്ലാം എന്നുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള പരിപാടികൾ ചെയ്യണം. ഇവിടെ എല്ലാവരും തുല്യരാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ 10 വർഷമായാലും 20 വർഷമായാലും 30 വർഷമായാലും 40 വർഷമായാലും വന്നവരെല്ലാം തുല്യം തന്നെ. അവർക്ക് ഇപ്പോൾ ഇവിടുത്തെ വർഷം കൊണ്ട് എക്സ്പീരിയൻസ് ഉണ്ടെന്നല്ലാതെ എല്ലാവരും ഇന്ത്യക്കാർ തന്നെ, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. മനസ്സിലായില്ലേ? ഇവിടെ ഇപ്പോൾ 50 വർഷമായാലും 70 കൊല്ലം വന്നിട്ട് മുന്നേ വന്നതാണെങ്കിലും, അതായത് ഇപ്പോൾ ബ്രിട്ടീഷുകാരോട് അന്ന് കയറി വന്ന ആൾക്കാരാണെങ്കിൽ പോലും അവർ ഇന്ത്യക്കാർ തന്നെ. അവരുടെ മക്കളെല്ലാം ഇന്ത്യക്കാർ തന്നെ. അതിനകത്ത് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മാക്സിമം ശ്രമിക്കുക, നല്ല രീതിയിൽ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഈ സാധനം തള്ളിപ്പോകുന്നുള്ളത് സംശയമൊന്നുമില്ല. പക്ഷേ ഷബാന ഇപ്പോഴും ഞാൻ പറഞ്ഞ പോലെ പിടിച്ച മൊയിലിന് 3-4 കൊമ്പെന്നും പറഞ്ഞ് ഷബാന ഇരിക്കുക. ഷബാന അവിടെ ഇരിക്കട്ടെ, ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഷബാന അവിടെ ഇന്ന് പറയട്ടെ. ഷബാന മാത്രമേ അവസാനം കാണുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതൊക്കെ നടപ്പിലാക്കിയപ്പോൾ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നുള്ള കാര്യം. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് അവർ സംസാരിക്കുന്നത്. അത് ഇതിൻ്റെ ഹോം കമ്മിറ്റി എല്ലാം ചർച്ച ചെയ്ത് ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങളിതിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർക്കൊന്നും മിണ്ടാനില്ല. അപ്പോൾ അതുകൊണ്ട് വരുമ്പരാഴിക ഇവിടെ ഉള്ളവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെ സംഭവം വന്നാൽ നല്ലൊരു ശതമാനം ആൾക്കാർ ഇവിടുന്ന് പോകും. നല്ലൊരു ശതമാനം ആൾക്കാർ വേണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ഇപ്പം നേഴ്സുമാരുടെ ഡിഫൻസിന് അല്ലെങ്കിൽ അല്ലാതെ ഉള്ളവർ ഇവർക്ക് ഇപ്പോൾ എന്തിനാ ഇവിടെ നിൽക്കേണ്ട ആവശ്യം? അവർക്ക് വേറെ കൺട്രിയിലോട്ട് പോകാമല്ലോ. അവർക്ക് 10-15 വർഷം കൊടുക്കുന്നുണ്ട്. ഇനി വേറെ കൺട്രിയിൽ 10-15 വർഷം ആകുന്നതിന് മുന്നേ തന്നെ അവർക്കവിടെ ചെല്ലാം. അവർക്കവിടെ ചെന്ന് കയറാൻ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ആൾക്കാർക്ക്, ഇവിടെയുള്ള ആൾക്കാർക്ക് അറിയാം ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ള കാര്യം അറിയാം. പക്ഷേ ഷബാനയ്ക്ക് അത് അത്ര അങ്ങോട്ട് എന്താ പറയുന്നത്, തലയിലോട്ട് കയറിയിട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഷബാന ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ടായിട്ട് നിൽക്കുക. PR ഒക്കെ കിട്ടും, കിട്ടാതെ എവിടെ പോകാൻ. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ.